നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ UG സിലബസുമായി ബന്ധപ്പെടുന്ന ഒരു പേജാണ്. ഇതിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാം ഓണേഴ്സ് പ്രോഗ്രാംസ്, അപ്ലൈഡ് വൊക്കേഷണൽ പ്രോഗ്രാംസ്, ദെൻ വി ഹാവ് BA പ്രോഗ്രാംസ്. അപ്പോൾ നിങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ദർ ഇസ് BA ഓണേഴ്സ് ഇൻ മൾട്ടിമീഡിയ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, BWOC in web designing, then there is BA honors in Arabic, then again we have Arabic paper in a BA program, പിന്നെ BCom honors and then we have BSc honors in microbiology, then physical and health education BA program, പിന്നെ BA honors in Hindustani music vocal and instrument, പിന്നെ Hindustani music vocal and instrument paper in BA program, then we have BSc honors in geology, BA vocational studies in ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അങ്ങനെ ഒരുപാട് കോഴ്സസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് കാണാവുന്നതാണ്. അപ്പം ഒരേ സബ്ജക്റ്റിൽ തന്നെ ഇത്തരം മൾട്ടിപ്പിൾ ഡിഗ്രീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നോട്ടീസ് ചെയ്തില്ലേ? അപ്പോൾ എന്തായാലും എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഇവ തമ്മിൽ? അതെന്തൊക്കെയാണ്, ഏതാണ് എടുക്കേണ്ടത്, ഇവ തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നില്ലേ? വെരി നോട്ട്, ലെറ്റ്സ് അഡ്രസ് ഈച്ച് വൺ ഓഫ് ദം വൺ ബൈ വൺ. Hello everyone, welcome to Continuous Education Courses Series Edition. My name is Femina Aike and today I have come up with a very interesting video. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെബ്സൈറ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഓണേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ കോഴ്സസിനെ കുറിച്ചാണ്. എന്താണ് ഈ ഓണേഴ്സ് ഡിഗ്രി? അണ്ടർഗ്രാഡ് അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് കാണാറുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു വേരിയൻ്റാണ് ഈ ഓണേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത്. പേരിലുള്ളതുപോലെ തന്നെ നോർമൽ ഡിഗ്രിയിൽ നിന്നും ഈ ഓണേഴ്സിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് മെയിൻലി ദി ലാർജ് വോളിയം ഓഫ് മെറ്റീരിയൽസ് ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി ഇൻ ദിസ് കോഴ്സ്. അതായത് ഓണേഴ്സ് പ്രോഗ്രാമിൽ കുറച്ചുകൂടെ ലാർജ് വോളിയം ഓഫ് മെറ്റീരിയൽസ് ഉണ്ടെന്നതും അതുപോലെ തന്നെ നോർമലി ഉള്ള ഓർഡിനറി ജനറൽ ഓർ പാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് സ്റ്റഡി ആണ് ഓണേഴ്സ് എന്നുള്ളതും കൂടെ പറയാറുണ്ട്. ഇനി ഇതിപ്പോൾ എങ്ങനെയാണെന്നുള്ളതല്ലേ ഞാൻ BComന്റെ എക്സാമ്പിൾ കാണിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ BCom ഓണേഴ്സ് ആൻഡ് BCom റെഗുലർ ഡിഗ്രിയിലേക്ക് വരുന്ന സമയത്ത് ആസ് യു ക്യാൻ സീ കോഴ്സസ്, ഇലക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കോഴ്സ് എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് നമ്മൾ എന്തായാലും എടുക്കേണ്ട സബ്ജക്ട്സ് ആണ്. ദെൻ വി ഹാവ് ഇലക്റ്റീവ്സ് എന്ന് പറയുമ്പം ഒരുപാട് കോഴ്സസിൽ നിന്നിട്ട് നമുക്ക് വേണ്ട കോഴ്സസ് എടുക്കാം. ബട്ട് ഈ കോഴ്സസ് ഒക്കെ തന്നെ നമ്മൾ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതായിരിക്കും. ആൻഡ് ദെൻ വി ഹാവ് ഇതിൻ്റെ അണ്ടറിൽ തന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ്സ് വരുന്നുണ്ട്. ദെൻ ദെയർ ഈസ് ഡിസേർഷൻ പ്രൊജക്ട്, ഓൾസോ ജനറിക് ഇലക്റ്റീവ്. നേരത്തെ പറഞ്ഞതിൽ ഒരു വ്യത്യസ്തമാണ്. ജനറിക് ഇലക്റ്റീവ് എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇലക്റ്റീവ് കോഴ്സാണ്. അപ്പം വിച്ച് ഈസ് അൺറിലേറ്റഡ് ടു ദ ഡിസിപ്ലിൻ അല്ലെങ്കിൽ സബ്ജക്ട്. ദെൻ വി ഹാവ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ്, പിന്നെ പ്രൊജക്ട് വർക്കും ഡിസേർഷൻസും ഒക്കെ തന്നെ ഉണ്ട്. ആൻഡ് ഓൾസോ വെൻ ലുക്കിംഗ് അറ്റ് ദിസ് നമ്മൾ BCom ഓണേഴ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ കോർ കോഴ്സിൽ 14 പേപ്പേഴ്സ് ഉണ്ട്. ദെൻ കോർ കോഴ്സ് പ്രാക്ടിക്കൽ ട്യൂട്ടോറിയൽ വി ഹാവ് അഗെയിൻ 14. ഇതിന്റെ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് ഓരോ പേപ്പറിന് 4 ക്രെഡിറ്റ്സ് വെച്ചിട്ടാണ്. ആൻഡ് ഇലക്റ്റീവ് കോഴ്സിൽ വി ഹാവ് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ്, ദെൻ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് പ്രാക്ടിക്കൽ ട്യൂട്ടോറിയൽ. അപ്പം അതിൽ 4 പേപ്പേഴ്സാണ് വരുന്നത്. ജനറിക് ഇലക്റ്റീവ് interdisciplinary ആയിട്ട് we have again 4 papers, പിന്നെ generic elective practical tutorial again 4, പിന്നെ നമുക്ക് optional ആയിട്ട് we have dissertation or project work in place of one discipline specific elective paper. പിന്നെ again we have ability enhancement courses. ഇതിൽ compulsory എടുക്കേണ്ട 2 പേപ്പേഴ്സ് ഉണ്ട്. അതിനടുത്തായത് വരുന്നത് ability enhancement compulsory ആണ്, which we really have to take. പിന്നെ ability enhancement elective ഉണ്ട്, അത് skill based ആണ്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് തിയറി പ്ലസ് പ്രാക്ടിക്കലിന് 140, ട്യൂട്ടോറിയലിന് 140 ആണ്. സോ ഇതിന്റെ BCom ഓണേഴ്സിന്റെ ക്രെഡിറ്റ്സ് ഇതാണ്. പിന്നെ ദെൻ കമ്മിങ് ടു BCom, നമ്മൾ റെഗുലർ BCom കോഴ്സിലേക്ക് വരുമ്പോൾ ആസ് യു ക്യാൻ സീ മറ്റേനേക്കാളും കുറച്ചും കൂടെ സിമിലർ ആയിട്ട് ആണ് ഉള്ളത്. അതായത് കൂടുതലായിട്ട് ഓപ്ഷൻസ് ഇല്ല എന്നുള്ളത്, അത് കൂടുതലായിട്ട് പേപ്പേഴ്സ് നമ്മളിവിടെ കാണുന്നില്ല. സോ കോർ കോഴ്സസിൽ നമുക്ക് 12 പേപ്പേഴ്സ് ആണുള്ളത്. ദെൻ കോർ കോഴ്സ് പ്രാക്ടിക്കൽ ട്യൂട്ടോറിയൽ വി ഹാവ് 12 പ്രാക്ടിക്കൽസ്. പിന്നെ ഇലക്റ്റീവ് കോഴ്സ് പ്രാക്ടിക്കൽ ട്യൂട്ടോറിയൽസിൽ വരുമ്പോൾ അഗൈൻ വി ഹാവ് 6 പ്രാക്ടിക്കൽ ട്യൂട്ടോറിയൽസ്. അഗൈൻ ഇവിടെയും നമുക്ക് ഓപ്ഷണൽ ഡിസേർഷൻ ഓർ പ്രൊജക്ട് വർക്ക് ഉണ്ട് ഇൻ പ്ലേസ് ഓഫ് 1 ഇലക്റ്റീവ് പേപ്പർ. പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട്, അതിൽ 2 പേപ്പേഴ്സ് വരുന്നുണ്ട്, വിച്ച് ഇസ് ദ കമ്പൽസറി വൺ. ദെൻ വി ഹാവ് എബിലിറ്റി എൻഹാൻസ്മെന്റ് ഇലക്റ്റീവ് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള 4 പേപ്പേഴ്സ്. അപ്പം ഇതിലെ ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 120 ആണ്. 124 പേപ്പർ പ്ലസ് പ്രാക്ടിക്കൽ ആൻഡ് 124 പേപ്പർ പ്ലസ് ട്യൂട്ടോറിയൽ. അപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ BCom
ഓണേഴ്സും ബികോം റെഗുലർ ഡിഗ്രിയും തമ്മിൽ ഡിഫറൻസ്. ബികോം ഓണേഴ്സിൽ കുറച്ചും കൂടെ സബ്ജക്റ്റ് പേപ്പേഴ്സ് ഉണ്ട്, ക്രെഡിറ്റിലും വ്യത്യാസങ്ങളുണ്ട്, കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ വാസ്റ്റായിട്ട് കാര്യങ്ങൾ പഠിക്കാനുള്ള ചാൻസ് കൂടിയാണ് ബികോം ഓണേഴ്സിൽ നമ്മളിവിടെ കാണുന്നത്. ഇതിനൊന്നുകൂടെ നന്നായി മനസ്സിലാക്കുന്നതിനായി ഞാൻ സമ്മറൈസ് ചെയ്തു തരാം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഓണേഴ്സ് ഡിഗ്രിയിൽ നോർമൽ ഡിഗ്രിയെക്കാളും കൂടുതലായി സബ്ജക്റ്റ് പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്രെഡിറ്റിലുള്ള ഡിഫറൻസ് നോട്ട് ചെയ്തിട്ടുണ്ടാവും. ദി പാസ് മാർക്സ് ആൻഡ് അഗ്രിഗേറ്റ് മാർക്സ് റിക്വയർഡ് ഫോർ ദി ഓണേഴ്സ് ഇസ് മച്ച് ഹയർ ദാൻ ദി റെഗുലർ ഡിഗ്രീസ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം ശ്രദ്ധിച്ചിട്ട് വേണം പഠിക്കാൻ. അത് വിചാരിച്ചു വലിയ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതല്ല. പിന്നെ ചില യൂണിവേഴ്സിറ്റീസിൽ PG അഡ്മിഷനൊക്കെ വേണ്ടിയിട്ട് പരിഗണന കൂടുതലായിട്ട് ഓണേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഉണ്ടാവാറുണ്ട് ചില യൂണിവേഴ്സിറ്റികളിൽ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓണേഴ്സ് ഡിഗ്രി പഠിച്ചു കഴിയുന്ന ഒരാൾക്ക് അതിൽ ഒരുപാട് പേപ്പേഴ്സ് കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊക്കെ വൃത്തിയായി പഠിക്കുകയാണെങ്കിൽ ഒരു PG എൻട്രൻസ് ക്ലിയർ ചെയ്യുന്ന കാര്യം വളരെ എളുപ്പമായിരിക്കും. പിന്നെ ചില യൂണിവേഴ്സിറ്റികളിൽ ഓണേഴ്സ് ഡിഗ്രിക്ക് റിക്വയർഡ് ആയിട്ടുള്ള മാർക്സ് സ്കോർ ചെയ്തിട്ടില്ലെങ്കിൽ you may be transferred to the pass course with additional pass papers. ഗവൺമെൻറ് ജോലികൾക്കോ ഈ ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യസ്ത പരിഗണന ഈ ഒരു ഓണേഴ്സ് ഡിഗ്രി കൊണ്ട് ഇല്ല, ഒട്ടും തന്നെ ഇല്ല. As far as government jobs are concerned, both honors and non-honors degrees are equal. But honors courses പഠിക്കുന്നത് കൊണ്ട് കിട്ടുന്ന കാര്യങ്ങൾ ഗവൺമെൻറ് ജോബ്സിൻ്റെ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തേക്കാം. ഇന്ത്യയിലെ പ്രധാന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും ഒക്കെ തന്നെ ഓണേഴ്സ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട്, അതായത് കോളേജ് വെബ്സൈറ്റിൽ കയറിയിട്ട് കോഴ്സസ് പ്രൊവൈഡഡ് അല്ലെങ്കിൽ കോഴ്സസ് ഓഫേർഡ് ഏരിയ നിങ്ങൾക്ക് നോക്കിയാൽ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയും. അപ്പോൾ ഓണേഴ്സ് കോഴ്സസിനെ കുറിച്ചും അത് നൽകുന്ന അഡ്വാൻറ്റേജസിനെ കുറിച്ചും നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഓണേഴ്സ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ഡൽഹി യൂണിവേഴ്സിറ്റി അടക്കമുള്ള ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് അതിൻ്റേതായ വളരെ ഇമ്പോർട്ടൻസ് തന്നെ ഇവിടെയുണ്ട്. കുറഞ്ഞ ചെലവിൽ മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ നോക്കുന്ന ആളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ വർഷം മുതൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് വഴിയായിരിക്കും ഈ എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും അഡ്മിഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ CUCETയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോച്ചിങ് Prepwise പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ ഓണേഴ്സ് ഡിഗ്രി ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആൻഡ് ഓൾസോ യു ക്യാൻ ഡൗൺലോഡ് അവർ ആപ്പ് ത്രൂ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോച്ചിങ് ആണ് കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇനിയും കോഴ്സസിന് ഡിഫറെൻറ്റ് വേരിയൻസ് ഓഫ് കോഴ്സസിൻ്റെ ഡിഫറൻസ് അറിയണം, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ടു നോട്ട് മിസ് എനി ഓഫ് എപ്പിസോഡ്സ്. സോ സ്റ്റേ ട്യൂൺഡ്. So until we meet again, this is Femina signing off.